ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയത് ചെറിയ കൊഞ്ചായിരുന്നു കേട്ടോ. കൊഞ്ച് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് തേങ്ങ വറുത്തരച്ച് തീയൽ വെക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടുന്ന തേങ്ങ വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി 1-2 കഷ്ണം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും കറിവേപ്പിലയും കൂടി ഇട്ടാണ് വറുത്തെടുക്കുന്നത്. ആ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ചൂടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തെടുത്തതിന് ശേഷം ആ ഒരു ചീനച്ചട്ടിയിലേക്ക് തന്നെ അതിന് വേണ്ടുന്ന കഷ്ണങ്ങളും കൂടെ, അതായത് അതിലേക്ക് ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒരു ചെറിയ കിഴങ്ങും കൂടെ കട്ട് ചെയ്തതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു അരപ്പ് തേങ്ങ വറുത്തെടുത്തത് ഞാൻ അത് ഒന്ന് അരച്ചെടുത്തത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും കൊഞ്ചൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കൊഞ്ചിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കഷ്ണങ്ങളും പിന്നെ നമ്മൾ അരച്ചെടുത്ത അരപ്പും കൂടെ ഒക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് അടപ്പയിൽ വെച്ച് തിളച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ. വറ്റിച്ചെടുത്തതിന് ശേഷം കടുവും കൂടെ പൊട്ടിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഗ്യാസിൽ വെച്ചെങ്കിലും പിന്നെ ഞാൻ വിറകടുപ്പിലോട്ട് അങ്ങ് വെച്ച് കേട്ടോ. വിറകടുപ്പിലാകുമ്പോൾ ആ ചെറിയ കനലിലിരുന്ന് നല്ല തിളച്ച് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നേ.